ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെ സയന്റിസ്റ്റ് ആയി, നമുക്ക് എല്ലാവർക്കും സയന്റിസ്റ്റ് ആവാൻ പറ്റുമോ, എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ്. വലിയ സംഭവമൊന്നും അല്ല കേട്ടോ. പക്ഷേ അങ്ങനെ ഒരു ടൈറ്റിലൊക്കെ കിട്ടുന്നതും ഒരു നല്ല കാര്യമാണല്ലോ. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ഞാൻ പഠിച്ചതൊക്കെ ഞാൻ 1 മുതൽ 10 വരെ പഠിച്ചത് ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം എന്നെ ആദ്യം 1 മുതൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ട് ചേർത്തു. പക്ഷെ ഇംഗ്ലീഷിന് വളരെ മിടുക്കനായതുകൊണ്ട് 3ാം ക്ലാസ് ആയപ്പോഴത്തേനും മലയാളം മീഡിയത്തിലേക്ക് ചാടേണ്ടി വന്നു. മലയാളം മീഡിയത്തിൽ ചാടിയപ്പം ഇംഗ്ലീഷിന് വെച്ച് ബാക്കി എല്ലാത്തിനൊക്കെ നല്ല മാർക്കുണ്ട്. ഇംഗ്ലീഷിന് കഷ്ടിച്ച് 50% എന്നുള്ള രീതിയൊക്കെ ആയിരുന്നു. അങ്ങനെ 7ാം ക്ലാസ് വരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേനും കുറച്ച് വീക്ക് സ്റ്റുഡന്റ് ആയിരുന്നു. കഷ്ടിച്ച് ജയിക്കുന്ന അവസ്ഥയൊക്കെയായിരുന്നു. ജയിക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. 9ാം ക്ലാസ് ഒക്കെ ഭയങ്കര വീക്കായിരുന്നു. കാരണം പഠിത്തത്തിൽ നിന്ന് മാറിയുള്ള ചിന്തകളൊക്കെ ആയിരുന്നു ആ സമയത്ത്. പക്ഷെ 10ാം ക്ലാസ്സിൽ കുഴപ്പമില്ല, പ്രതീക്ഷിച്ചതിലും കൂടുതൽ മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു വലിയ നല്ലൊരു ഗ്രാഫായിരുന്നു. അതിനുശേഷം ഒരു നല്ല കയറ്റമായിരുന്നു. പിന്നെ നല്ല പഠിക്കാൻ തുടങ്ങി. കുറച്ചൊരു പക്വതയൊക്കെ എത്തി. കുറച്ചും കൂടി ലൈഫിനെ കുറിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങി. അപ്പം 10ാം ക്ലാസ് വരെ അങ്ങനെ ആയിരുന്നു. അതിനുശേഷം പ്ലസ് ടു ഞാൻ സയൻസ് ആണ് എടുത്തത്. ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ ടെസ്റ്റ് പേപ്പറിനൊക്കെ ഭയങ്കര ഞാനായിരിക്കും. ടോപ്പറാണ് എപ്പോഴും. ടോപ്പ് സ്കോർ എനിക്ക് തന്നെയായിരിക്കും. നല്ല ടെസ്റ്റ് പേപ്പറിനൊക്കെ ആ ഒരു പെർഫോമൻസ് കണ്ട എല്ലാവരും എനിക്ക് ഈവൻ അടുത്ത ടോപ്പറായിരിക്കും. പക്ഷെ പരീക്ഷയ്ക്ക് ഞാൻ വിചാരിച്ചിട്ട് എത്ര മാർക്ക് കാണുന്നില്ല. പക്ഷെ പ്രാക്ടിക്കലിന്റെ കാര്യത്തിൽ ഞാൻ പുലിയാണ്, ഒരാൾക്കും വിട്ടുകൊടുക്കത്തില്ല. ഞാൻ ഇത്രയും നാളെ പ്രാക്ടിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ടോപ്പർ ഞാൻ തന്നെ ആയിരിക്കും. എനിക്ക് പ്രാക്ടിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. പ്രാക്ടിക്കൽ ചെയ്യാനുള്ളൊരു നല്ലൊരു ഇതുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ അതാണ് ആവശ്യം. പ്രാക്ടിക്കൽ ഉള്ളൊരു ഇതാണ്. പക്ഷെ നമ്മുടെ കാര്യം പഠിക്കാതിരിക്കില്ല. ഇപ്പോഴത്തെ കാലത്ത് അടുത്തൊരു ലെവലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് മാർക്ക് അത്യാവശ്യമാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തിയറി ഇത്ര മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അടുത്തൊരു അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ് ഈ ഒരു മാർക്ക്. സോ അതിനു വേണ്ടിയിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ. അപ്പൊ ഞാൻ +2 സയൻസ് ആയിരുന്നു. അപ്പൊ +2 സയൻസിന് ശേഷം ഞാൻ ചൂസ് ചെയ്തത് BSc ജിയോളജി ആണ്. പക്ഷെ എനിക്ക് ആദ്യം അഡ്മിഷൻ കിട്ടാൻ കുറച്ച് പാടായിരുന്നു. എനിക്ക് ആദ്യം അഡ്മിഷൻ കിട്ടിയത് BA സൈക്കോളജിക്കാണ്. ഞാനൊരു 3 മാസം സൈക്കോളജി ഒക്കെ പഠിച്ച് ഞാൻ കൊല്ലം ഫാത്തിമാബാദ് നാഷണൽ കോളേജിൽ ഒരു 3 months സൈക്കോളജിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം മൈഗ്രേറ്റ് ചെയ്തിട്ട് BSc ജിയോളജി. അങ്ങനെ ഞാൻ BSc ജിയോളജി വർക്കല SN കോളേജിൽ ചേർന്ന്. അതിനുശേഷം അങ്ങനെ 3 വർഷം ഡിഗ്രി വർക്കല SN കോളേജിലാണ് ഞാൻ ചെയ്തത്. നമുക്ക് ജിയോളജി മെയിൻ സബ്ജക്ട്, സബ്സിഡറി ആയിട്ട് കെമിസ്ട്രി ഓർ ഫിസിക്സ്, ഇതിൽ ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ മാത്തമാറ്റിക്സ്, ഞാൻ കെമിസ്ട്രിയാണ് എടുത്തത്. ഫിസിക്സ് എനിക്ക് എത്ര പോരാ. പിന്നെ മാത്സ്. പിന്നെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഓപ്ഷൻ ഉണ്ട്. ഞാൻ മലയാളമാണ് എടുത്തത്. ഇനി അതും കൂടി പഠിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ മലയാളം എടുത്തു. പിന്നെ ഇംഗ്ലീഷ് ഉണ്ട്. ഓക്കെ. ഇംഗ്ലീഷ് ഞങ്ങളുടെയൊക്കെ ഒരു ടൈമില് ജയിക്കുന്ന കാര്യം ഭയങ്കര പാടായിരുന്നു. കഷ്ടിച്ച് ജയിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഡിഗ്രിയില് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സാധനം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇംഗ്ലീഷ് വലിയ സംഭവമായിരുന്നു ആ ഒരു ടൈമില്. അങ്ങനെ അപ്പൊ ഞാൻ ജിയോളജി കഴിഞ്ഞു. എനിക്ക് ഡിഗ്രിക്ക് 10th റാങ്ക് ഉണ്ടായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയില്. അതിനുശേഷം എനിക്ക് പി ജി ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ MSc ജിയോളജി ഞാൻ ചെയ്തത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ്, തിരുവനന്തപുരം പാളയം. 2 വർഷത്തെ കോഴ്സാണ്. ഓക്കെ. അപ്പം MSc ജിയോളജി കഴിഞ്ഞു. MScക്ക് എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയില് 4th റാങ്ക് ആയിരുന്നു. ഓക്കെ. അതിനുശേഷം MSc ജിയോളജി ആണ് എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ അതിനുശേഷം ഞാൻ MTech അങ്ങനെയുള്ള ഹയർ എഡ്യൂക്കേഷൻ ഒന്നും പോയിട്ടില്ല. PhD ഒന്നും ചെയ്തിട്ടില്ല. PhD ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടീച്ചറായിട്ട് ഒക്കെ വർക്ക് ചെയ്യാം എന്നൊക്കെയുള്ളതാണ്. പിന്നെ കമ്പനീസിൽ PhD വെച്ച് വിളിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. ഓക്കെ. അതിനുശേഷം എനിക്ക് കിട്ടിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബീച്ചസ് ആൻഡിൽ റിസർച്ച് വർക്കാണ്. ബീച്ചസ് ആൻഡ് മിനറൽ പ്രോസസിംഗ്, മിനറൽ സെപ്പറേഷൻ, മിനറോളജിക്കൽ ആൻഡ് കെമിക്കൽ അനാലിസിസ്. അപ്പൊ ഇതായിരുന്നു എനിക്ക് കിട്ടിയ ഒരു ജോബ്. ഓക്കെ. അപ്പം അതൊരു സയന്റിസ്റ്റ് ജോബാണ്. നമ്മൾ മൈനിങ്, റിസർച്ച് ഈ ഒരു ഫീൽഡൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ MSc ജിയോളജി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജിയോളജിസ്റ്റ് ആയി, നമ്മൾ സയന്റിസ്റ്റ് ആയി. അതാണ് അതിന്റെ ഒരു ഇത്. ഓക്കെ.
അപ്പൊ എനിക്ക് കിട്ടിയതും ബീച്ചസ് ആണ്. അപ്പൊ ഞാൻ മിനറോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു, പെട്രോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു, മൈനിങ് ജിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു, എക്സ്പ്ലോറേഷൻ ജിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഇതാണ് ഒരു എന്താണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, സയന്റിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ജിയോളജി മാത്രമല്ല, ഫിസിക്സ് പഠിച്ച് സയന്റിസ്റ്റ് ആവാം, കെമിസ്ട്രി പഠിച്ച് സയന്റിസ്റ്റ് ആവാം. ഒക്കെ നമ്മളെ എടുക്കുന്ന ഒരു ഓപ്ഷൻ, മുന്നോട്ടുള്ള ഒരു ഓപ്ഷനൊക്കെ നമുക്കിരിക്കും. ജിയോളജി പഠിച്ചിട്ട് എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നവരുണ്ട്, മനസ്സിലായോ? അപ്പം ടീച്ചറായി വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമുക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട്. ഞാൻ ഫാൻ ഓഫ് ചെയ്തേക്കാണ്, കാരണം ഈ ഒരു കാറ്റ് കൊണ്ട് ചിലപ്പം ഇതിന്റെ സൗണ്ട് കുറഞ്ഞു. ഒന്നാമതേ എനിക്ക് സൗണ്ട് ഇല്ല, പിന്നെ എന്റെ സൗണ്ട് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മള് മുന്നോട്ട് കിട്ടുന്ന നമുക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അനുസരിച്ചിരിക്കും നമ്മൾക്കുള്ള കാര്യങ്ങളെല്ലാം. അപ്പം എന്താ പറയാ, വേറെ സയന്റിസ്റ്റിനൊക്കെ നിരത്തിയുണ്ടല്ലോ. ഓക്കെ, പിന്നെ ഒരു ജോലിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നിങ്ങളുടെ മാർക്കിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങള് യൂണിവേഴ്സിറ്റിയിലെ ടോപ്പറാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ നമ്മുടെ പെർഫോമൻസ് ആണ്, നമ്മളുടെ പ്രതികരണങ്ങളാണ്, നമ്മളുടെ ഒരു ആ ഒരു സമയത്ത് നമ്മളുടെ ഒരു ക്യാരക്ടറാണ് അവർക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ആൻസർ വേണം. പിന്നെ നമ്മളവിടെ സ്റ്റിക്ക് ചെയ്യുമോ, നമ്മളെ എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ, നമ്മള് ഭയങ്കര ആറ്റിറ്റ്യൂഡും ഭയങ്കര ഷോ കാണിക്കുന്ന ഒരു ടൈപ്പ് ആണോ, നമ്മൾ ടോപ്പർ ആണെന്നൊക്കെയുള്ളൊരു ചിന്ത, അങ്ങനെയൊക്കെ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ, നമ്മളുടെ സംസാര രീതിയിലൂടെയൊക്കെ വരുന്നുണ്ടോ, ഇതൊക്കെ കുറച്ച് നെഗറ്റീവാണ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്കൊരു ജോബ് കിട്ടാനായിട്ട്. ജോബിനകത്ത് എനിക്ക് എന്റെ ഒരു പറയുവാണെങ്കിൽ ഒരിക്കലും മാർക്കൊരു കാര്യമേ അല്ല. ഓക്കെ, ഞാൻ ഇവിടുത്തെ റാങ്ക് ഹോൾഡർ ആണെന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പം ഇവിടെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി 70% ഒക്കെയാണ് ഫസ്റ്റ് റാങ്ക് ആ ടൈമിലുണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് മറ്റു യൂണിവേഴ്സിറ്റിന്റെ 90%, 80%-നൊക്കെ ഫസ്റ്റ് റാങ്കിന് കൊടുക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എത്ര ചോദിച്ചാലും ഇത്ര ലിമിറ്റ് വെച്ചിട്ടാണ് മാർക്ക് ഇടുന്നത്. ഒരു ലിമിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. 5 മാർക്കിന്റെ എസ്സേ നന്നായിട്ട് എഴുതുവാണെങ്കിൽ 3.5 മാർക്ക്, 15 മാർക്കിന്റെ എസ്സേ നന്നായിട്ട് എഴുതുവാണെങ്കിൽ 12 മാർക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരു ലിമിറ്റ് ആണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നമുക്ക് പെർസെന്റേജിനെ അതും ബാധിച്ചു. പക്ഷെ മാർക്കിലൊന്നും ഒരു കാര്യമില്ല. നമ്മള് ആ ഇന്റർവ്യൂ സമയത്ത് നമ്മുടെ പെർഫോമൻസ്, നമ്മളുടെ ഉത്തരങ്ങള്, നമ്മുടെ പ്രതികരണങ്ങള്, നമ്മുടെ രീതിയാണ് നമുക്ക് ജോബ് കിട്ടുന്നതിനൊക്കെ ഉള്ളൊരു മെയിൻ കാര്യം. എന്നെ സംബന്ധിച്ച് ചില ഇന്റർവ്യൂസിനാകുമ്പോൾ എന്റെ അടുത്ത് ഇരിക്കും, താങ്കള് ഇവിടെയും വന്നോ, നിങ്ങൾ ഇവിടെയും വന്നോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അത് ഒരു നല്ലൊരു കാര്യം, കാരണം നമുക്ക് ആ ഇന്റർവ്യൂ കിട്ടും എന്നുള്ളൊരിതുണ്ട്. കാരണം അതൊരു പ്രത്യേകതയാണ്. ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ 95% ഇന്റർവ്യൂവും ഞാൻ ക്വാളിഫൈഡ് ആണ്. ഇന്റർവ്യൂ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജോബ് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പം സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിൽക്കുകയാണ്, എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ല. ഞാൻ സൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, എനിക്കിത് പറ്റുന്നില്ല. എന്റെ ഹെൽത്തിന് പാടായതുകൊണ്ട് ഞാനിപ്പം ക്വാളിറ്റി കൺട്രോൾ ബേസ് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അടുത്ത ജോബിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.